തണുപ്പ് കാലം ആയതുകൊണ്ട് തന്നെ കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഒരുപോലെ ചുമ, ജലദോഷം, തൊണ്ടവേദന, പനി, പേശിവേദന, നീർക്കെട്ട് എന്ന് വേണ്ട പലതരത്തിലുള്ള അസുഖങ്ങളും നമുക്ക് ഉണ്ടാകാറുണ്ട്. അപ്പോഴൊക്കെ മുത്തശ്ശി ആയാലും അമ്മമാരൊക്കെ ആയാലും നമ്മൾക്ക് ഉണ്ടാക്കി തരുന്ന നല്ലൊരു നാടൻ മരുന്നാണ്. വളരെ പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്ന ഒരു മരുന്ന് കൂടിയാണിത്. 1-2 പ്രാവശ്യം നമുക്ക് കഴിക്കുമ്പോഴേ തന്നെ ഇതിന് നല്ലൊരു ശമനം നമുക്ക് കിട്ടും. അപ്പോൾ വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കുകയും ചെയ്യാം. അടുക്കളയിലെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ നമുക്കിത് ആവശ്യമുള്ളൂ. എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിന് ഒരു ചെറുനാരങ്ങ എടുത്തിട്ടുണ്ട്, ഒരു 3 അല്ലി വെളുത്തുള്ളി, കുറച്ച് കുരുമുളക്, ഒരു 2 കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ 2 പ്രാവശ്യത്തേക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഇത് എടുത്തിട്ടുള്ളത്. ഒരു പ്രാവശ്യത്തേക്കാണെങ്കിൽ നമുക്കിത് കുറച്ചെടുത്താൽ മതി. ഇതിൽ കുരുമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും നമുക്കൊന്ന് ചതച്ചെടുക്കണം. ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് ഞാൻ ഒരു 3 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിന് മുന്നേ നമുക്ക് ഈ ചെറുനാരങ്ങ ഒന്ന് ഇതിലേക്ക് മുറിച്ചിടാം. ഇതിൻ്റെ കുരു കളയണം, തോലോട് കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതിൽ ഉപയോഗിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, കുരുമുളക്, ചെറുനാരങ്ങ ഒക്കെ രോഗപ്രതിരോധ ശേഷി കൂട്ടുന്നവയാണ്. മാത്രമല്ല നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന നീർക്കെട്ട്, അതുപോലുള്ള തുമ്മൽ, ജലദോഷം, കഫക്കെട്ടൊക്കെ മാറ്റാൻ സഹായിക്കുന്ന സാധനങ്ങളാണ് ഇതിലേക്ക് ചേർത്തിട്ടുള്ളത്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുന്നവയാണ്. അപ്പോൾ നമ്മളിത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയും കുരുമുളകും ചതച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ചതച്ചെടുത്താൽ മതി, കൂടുതൽ അരച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ ചതച്ചെടുത്താൽ മതി. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 2 കല്ലുപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇന്ദുപ്പ് നിങ്ങൾക്ക് ഇന്ദുപ്പിൻ്റെ ചുവ ഇഷ്ടമാണെങ്കിൽ ഇന്ദുപ്പ് ചേർത്താൽ മതി. ഇല്ലെങ്കിൽ കല്ലുപ്പ് ഇല്ലെങ്കിൽ പൊടിയുപ്പ് ചേർത്തോളൂ. അത് കുറച്ചൊരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. ഇത് നല്ലപോലെ നമ്മൾക്കിതൊന്ന് തിളപ്പിച്ചെടുക്കണം. 3 ഗ്ലാസ് വെള്ളമാണ് വെച്ചിട്ടുള്ളത്. അതൊന്ന് കുറുകി നല്ലപോലെ കുറുകി വരണം. കുറുകി ഒരു 1.5 ഗ്ലാസിൻ്റെ അടുത്ത് നമുക്ക് ഇത് ആക്കിയെടുക്കണം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. പെട്ടെന്ന് തന്നെ നമ്മൾക്കിതൊന്ന് വറ്റിച്ചെടുക്കണം. അപ്പോൾ ഇതിൻ്റെ സത്തൊക്കെ ഇതിലേക്ക് ഇറങ്ങും. നല്ലൊരു സ്മെല്ലാണ് കേട്ടോ ഇത്. നല്ലൊരു സ്മെല്ല് വരും. അങ്ങനെ ജലദോഷവും ഒക്കെ ഉള്ളവർ, കഫക്കെട്ടൊക്കെ ഉള്ളവർ ഇതൊന്ന് ആവി പിടിക്കണം, നല്ലതാണ്. ഇത് തന്നെ തിളച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മളൊന്ന് ആവി പിടിക്കണം. അപ്പോൾ ഇത് നല്ലപോലെ എല്ലാം ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് എനിക്കിപ്പോൾ ഒരു ഗ്ലാസും കുറച്ച് മാത്രമേ ഞാൻ ആക്കിയിട്ടുള്ളൂ കേട്ടോ. 3 ഗ്ലാസ് വെള്ളം വെച്ചിട്ട്. അപ്പോൾ ഇതൊരു ഗ്ലാസ്സിലേക്ക് പകർന്നിട്ടുണ്ട്. ഒരു ഇളം ചൂടോടെ കുടിക്കുകയാണ് വേണ്ടത്. നല്ലപോലെ തണുത്ത് കുടിക്കരുത്, ഇളം ചൂടോടെ വേണം കുടിക്കാൻ. ഇത് ഈ 1 ഗ്ലാസ് ഫുള്ള് കുടിക്കരുത്. പിന്നെ ഞാൻ 1/2 ഗ്ലാസ്സാണ് ഒരു നേരം കുടിക്കുന്നത്. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് കുടിക്കുകയാണ് ചെയ്യണത്. ഒന്നുകിൽ ഭക്ഷണത്തിന് ഒരു 1/4 മണിക്കൂർ മുന്നേ കുടിക്കുക, അല്ലെ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഒരു അരമണിക്കൂറിന് ശേഷം കുടിക്കുന്നതാണ് നല്ലത്. അപ്പോൾ ദിവസം 2 പ്രാവശ്യം കുടിക്കുമ്പോൾ തന്നെ ഇതിന് നല്ലൊരു റിസൾട്ട് കിട്ടും. എല്ലാവരും ഒന്ന് നോക്കൂ.